ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ വണ്ടിയൊക്കെ കിടന്നുറങ്ങി. നമ്മൾ വന്നപ്പോൾ എത്ര മണിയായി? 1 മണി. ഇനിയിപ്പോൾ ഫ്രഷാണ്. എന്നിട്ട് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കുറച്ച് നേരം അവിടെ ഇപ്പുറത്ത് കിടന്നുറങ്ങിക്കോട്ടെ. ഞാനിപ്പം അപ്പുറത്ത് വണ്ടി ഓടിക്കാം. അപ്പോൾ ഇപ്പോൾ പോയി തൽക്കാലം ബ്രഷൊക്കെ തേച്ച് ഫ്രഷായിട്ട് വരാം. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. എന്നാ അടി കഴിച്ച? ബ്രെഡും ജാമും കേട്ടോ. നല്ല ഇടിപ്പെട്ട മഴ ഒന്നൊന്നര മഴ. അതെ, നിങ്ങൾ കണ്ടോ ഫുള്ള് ഇതായി. ഇവിടെ ഒരാളിപ്പുണ്ട്, മോയ്സ്ചറൈസർ ഇട്ടി. നല്ല മഴ. അപ്പോൾ നമ്മളിനി നൈസായിട്ട് ഇവിടുന്ന്, ഇത് ഷെല്ലാണ്. അപ്പോൾ ഇവിടുന്ന് നൈസായിട്ട് ഫ്യൂൽ അടിച്ചിട്ട് നമുക്ക് നേരെ നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ കുറച്ച് ഉറങ്ങി കേട്ടോ. നീ എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? കുറച്ചുറങ്ങി. പിന്നെ ഞങ്ങളൊരു വലിയൊരു കാപ്പിയൊക്കെ മേടിച്ചു കണ്ടോ, വലിയൊരു കാപ്പിയൊക്കെ മേടിച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ വിടാം. ഇപ്പോൾ രാവിലെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ നേരെ ഡെൻമാർക്ക് ബോർഡർ ക്രോസ് ചെയ്യുന്നു. എന്നിട്ട് മറ്റേ ബ്രിഡ്ജില്ലേ അത് പാസ് ചെയ്യുന്നു. അതിൻ്റെ പിന്നെ സ്വീഡൻ, അതിന് പിന്നെ നോർവേ ക്രോസ് ചെയ്യണം ഇന്നുമായിട്ട്. നമ്മളപ്പോൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നേരെ ഡെൻമാർക്ക് ജർമ്മനി ബോർഡറിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ അവിടുത്തെ എന്തെങ്കിലും ചെക്കിങ് ഉണ്ടോ നോക്കണം. നമ്മൾ ആദ്യമായിട്ട് കേട്ടോ ഡെൻമാർക്ക് ക്രോസ് ചെയ്യുന്നത്. നമുക്ക് അറിയില്ല, കാര്യമായിട്ടൊന്നും കാണാൻ ചാൻസ് ഇല്ല, കാര്യം യൂറോപ്യൻ യൂണിയൻ തന്നെ ആയതുകൊണ്ട്. പക്ഷെ എന്നാലും അറിയില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഇറങ്ങി 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ലൈക്ക് ടാങ്ക് ഫില്ല് ചെയ്തു, പിന്നെ ഫ്രഷപ്പായി ഇറങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നൊരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഡെൻമാർക്ക് ബോർഡർ ക്രോസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? നല്ല മഴയുണ്ട്, വിസിബിലിറ്റി ആയി ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ ലൈക്ക് ഒരു ക്രൂസ് കൺട്രോളൊക്കെ ഇട്ടിട്ട് ഒരു 120 ഒക്കെ പിടിച്ച് പതുക്കെ പോവാണ്. അങ്ങനെ നമ്മൾ പതുക്കെ ഡെൻമാർക്കിൻ്റെ സോണിലേക്ക് കയറിയാണ്. നിങ്ങൾക്ക് ഡെൻമാർക്ക് 1 കിലോമീറ്റർ റോഡ് കാണാമെന്ന് ചോദിക്കുന്നു. എന്തോ ഇതൊക്കെ ഉണ്ടല്ലോ, കൗണ്ടർ പോലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഡെൻമാർക്കിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഡെൻമാർക്ക് ടോളല്ല, അത് മറ്റേ എന്നാ ഒട്ടവാൻ പോലത്തെ ഡെൻമാർക്കിൻ്റെ ഇതാന്ന് തോന്നുന്നു. ടോളാണ് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഡെൻമാർക്കിൽ നമ്മൾ കയറി. ഫസ്റ്റ് ടൈം ഇൻ ഡെൻമാർക്ക്. നമ്മൾ ഡെൻമാർക്കിൽ കയറി. ഡെൻമാർക്കിൽ നമ്മൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് സ്വീഡൻ വഴിയാണ് പോകുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മറ്റേ ഫെറി എടുക്കാം. ഫെറി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം കുറച്ച് ടോൾ ഉണ്ട്. എന്ന് വെച്ചാൽ ആ ബ്രിഡ്ജിൻ്റെ ടോള്, അല്ലെങ്കിൽ ഗോതൻബർഗ് സിറ്റി കൂടെ പോകുമ്പോഴുള്ള മറ്റേ ഉംബൽ സോൺ ഇത് ടോൾ എന്ന് പറയുമ്പോൾ മറ്റേ ഈ ഗ്രീൻ സിറ്റി ടോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടോൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ അതിന് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും നമ്മുടെ ഫെറിയുടെ പ്രൈസ്. പക്ഷേ നമ്മൾ പോകാൻ കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മറ്റേ സ്വീഡൻ്റെ ആ ഒരു കോസ്റ്റൽ ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ അതിലും ഉപരി മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡെൻമാർക്കിനെയും കോപ്പൻഹാഗനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജുണ്ട്. അത് 2000s ബിൽഡ് ചെയ്തൊരു ബ്രിഡ്ജാണ്. 2000 അറൗണ്ട് സമയത്ത്. അത് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് എൻജിനീയറിംഗ് ബിൽഡ് ഇൻ ദ വേൾഡ് ആണ് സാധനം. അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ഭാഗം കടലിൻ്റെ മേളിൽ കൂടെ പോകും. അത് കഴിഞ്ഞിട്ട് ഷിപ്പിന് ക്രോസ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു മറ്റേ സിസ്റ്റത്തിന് വേണ്ടി ബാക്കി താഴോട്ട് പോകും. മറ്റേ കടലിനടിയിൽ കൂടെ പോകും. ഒരു ഡാം പോലെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര അടിപൊളിയാണ്. ഡാം പോലെ കൺസ്ട്രക്ട് ചെയ്യുന്ന മറ്റേ പാലങ്ങൾ നമ്മൾ മറ്റേ നെതർലൻഡ്സ് കണ്ടിട്ടുണ്ടെങ്കിലും അത് ഡാം മറ്റേ ഫുൾ റോഡ് ഇതിൻ്റെ അടിയിൽ കൂടെ ആണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ പകുതി വരെ ലൈക്ക് വെള്ളത്തിന് മേളിലും താഴോട്ട് പോകുമ്പോഴേ ഈ വാട്ടർ ലെവലൊക്കെ വരുമ്പോൾ എങ്ങനെ അവരെങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, മഴയില്ലെങ്കിൽ അല്ലേ? ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഡെൻമാർക്കിൽ കൂടെ ഡ്രൈവ് ചെയ്യുകയാണ്. ഡെൻമാർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ഞാൻ പറയാം, കുറച്ച് ഇവള് പറയും അല്ലേ? ഡെൻമാർക്ക് ഒരു
നമ്മുടെ മൊണാക്കോ ഒക്കെ പോലെ ഒരു രാജഭരണമുള്ള ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ ഉള്ള ഒരു കൺട്രിയാണ്. പിന്നെന്താണ്, ഇത് ലൈക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഒക്കെയാണ് നമ്മുടെ ലക്ഷദ്വീപ് ഒക്കെ പോലെ. ഇതിനകത്ത് എത്ര ഐലൻഡ് ഉണ്ട്? 400 ഐലൻഡ് ഉണ്ട്. അതിലാണ് ഈ ഫറോ, ഗ്രീൻലാൻഡ് ഒക്കെ പെടുന്നത്. ഗ്രീൻലാൻഡൊക്കെ ഇപ്പൊ കുറച്ച് ഫേമസ് ആണല്ലോ. അപ്പൊ അതൊക്കെ ഇതിന്റെ പാർട്ടാട്ടോ ആക്ച്വലി. പിന്നെ ഈ എന്താണ് ഇവര് കറൻസി എന്തായിരുന്നു? ഡെൻമാർക്ക് ക്രോൺ. നോർവീജിയൻ ക്രോണാസ് അല്ലേ ഇവിടെ? ഇവിടെ എല്ലാം മറ്റേ ക്രോൺ വെച്ചിട്ടുള്ള സാധനമാണ്. ചെറിയൊരു പാലാണ്. ഇതെന്നാ? അതെ, ചെറിയ മഴ തന്നെ ഇത്ര പൊളിയാണെങ്കിൽ വലിയ മഴ എപ്പോഴും. ഓ, ഇത് പ്രോപ്പർ തൂക്കുവാലോ അല്ലേ? ഭയങ്കര വലിപ്പം കേട്ടോ ഇത്. എത്ര ഫുള്ളാണ് സോളാർ. രസമുണ്ട് കേട്ടോ. ഇത്ര ഉള്ളായിരുന്നു. വലിയ പാലം വരുന്നുള്ളൂ. Caution, roadworks ahead. യൂണിവേഴ്സിറ്റി ആണ്. കൊറേ ചെയറൊക്കെ ഉണ്ട്. ഡെൻമാർക്കിലെ ഫസ്റ്റ് സ്റ്റോപ്പ്. നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ച് മേടിച്ചു. ഇവിടെ ഭയങ്കര റേറ്റ് കുറവ് കേട്ടോ, ജർമ്മനി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ? ഭയങ്കര റേറ്റ് കുറവ് കേട്ടോ. എന്നിട്ട് 2 സാൻഡ്വിച്ച് മേടിച്ചു. പിന്നെ നമ്മുടെ സ്ഥിരം ഇതുണ്ട്, നമ്മുടെ കാപ്പി ഉണ്ട് നമ്മുടെ കയ്യിൽ, നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാപ്പി. അപ്പോൾ അതും ഇതിലൂടെ കഴിക്കാം എന്നൊരു മൈൻഡ് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഫുള്ള് മൊത്തം ചാർജിങ് സ്റ്റേഷൻസ് ആണ്. കണ്ടോ, ചാർജിങ് സ്റ്റേഷൻസാണ്, സോളാറൊക്കെ ഉള്ളത്. ഇവിടെ ഒരാൾ ഓൾറെഡി കഴിക്കാൻ തുടങ്ങി കാപ്പി, നമ്മുടെ നാടൻ കാപ്പി. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇതാ ഇവിടെ ഒരാൾ കാപ്പി കുടി തുടങ്ങി. കാപ്പി ചൂടുണ്ടോ? ഉണ്ടോ? ഞങ്ങൾ ഇന്നലെ തിളപ്പിച്ച് വെച്ചാട്ടോ, നമ്മുടെ നാട്ടിലെ കാപ്പി. മറ്റേനിപ്പോൾ എഫക്റ്റ് ഇല്ല. ഞങ്ങൾ 2 സാൻഡ്വിച്ച് കൂടെ മേടിച്ചു. നമുക്കൊരു വൈകുന്നേരത്തേക്ക് കൂടെ ആവുമല്ലോ എന്ന് വെച്ച്. ഒരാൾ സാൻഡ്വിച്ചായിട്ട് വരുന്നുണ്ട്. അവരല്ലോ ഓഫറല്ലോ തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഈ കോഫി ഷോപ്പിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ലഞ്ചിനുമുള്ള സാധനം എടുത്തു. ഇനി ഇപ്പം ടൈം ഏകദേശം എത്ര മണിയായി? 8 o'clock ആയി. നമ്മൾ ഇനി നമ്മുടെ ജേർണി കണ്ടിന്യൂ ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ആ ബ്രിഡ്ജിലേക്കുള്ള വഴിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ മെർജിങ് ലൈൻ കുറച്ചുകൂടെ അടിപൊളിയല്ലേ അല്ലേ? മറ്റേ ലൈക്ക് ജർമ്മനി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആരും സ്പേസ് ഒന്നും തരത്തില്ല. ഈ പ്രത്യേകിച്ച് ട്രക്കുകാർ അത് നമ്മൾ പോളോയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര പാടാണ്. പോളോയിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും ഇങ്ങനെ ആക്സിലേറ്റ് ചെയ്യാനും പറ്റില്ല, വണ്ടിക്ക് പവർ കുറവല്ലേ. അപ്പോൾ നമ്മൾ ഇക്ഷ എണ്ണ എല്ലാം വരയ്ക്കും. ഞാൻ ഇടയ്ക്ക് മ്യൂണിക്കിൽ മറ്റേ പോളോയിൽ പോകുമ്പോൾ ഭയങ്കര പാടാണ്. എങ്ങനെയുണ്ട് ഡെൻമാർക്കിലെ റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്തിട്ട്? ഇവിടെ ഇച്ചിരി ക്രൗഡ് കുറവല്ലേ? നമ്മളങ്ങനെ ഡെൻമാർക്കിൽ കൂടെ പൊക്കോണ്ടിരിക്കുക. നല്ല വെയിൽ കേട്ടോ. നമുക്കൊരു കണ്ണാടിയൊക്കെ വെച്ച് നോക്കാം. ഓക്കെ, ദിസ് ഇസ് ബെറ്റർ. ഡെൻമാർക്കിലെ റോഡിലൂടെ നമ്മളെ സ്പീഡൊന്നും കൂട്ടാൻ നമുക്ക് അറിഞ്ഞുകൂടാ ഇവിടുത്തെ റൂൾസൊക്കെ എങ്ങനെയാണ്. അപ്പം മറ്റേ എക്സ്ട്രാ മറ്റേ ടോളറൻസോ വല്ലതും ഉണ്ടോയെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ സ്റ്റിക്ക് ടു ദ സ്പീഡ് ലിമിറ്റ്സ് അല്ലേ? ആ പോളിസി ആട്ടോ ഇവിടെ ഫോളോ ചെയ്യുന്നേ. അതാണ് നമ്മൾ പറഞ്ഞ ബ്രിഡ്ജ്.
ഇതവര് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ഒരു ഇതാട്ടോ, ഒരു അതെ മറ്റേ ഒരു ഐലൻഡ് വെച്ചിട്ട് ഇടയ്ക്ക് പശുവിനൊക്കെ വെച്ചിട്ടുണ്ട്. പശുവൊക്കെ ഉണ്ട് ഇടയ്ക്ക്. ഇതാണ് മറ്റേ വെള്ളത്തിലോട്ട് പോകണം ബ്രിഡ്ജ് കേട്ടോ. ഇതുണ്ടോ പോസ്റ്റ് മറ്റേ ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ആണോ? ഓ ബ്യൂട്ടിഫുൾ ആണ്. അയ്യോ ഇത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് തൂക്കുപാലമാണ്. പിന്നെ വേറൊരു കാര്യം ഇവര് 2000 പണിത കേട്ടോ, 2000. അപ്പോഴേ ഇവര് ഇത്ര സെറ്റാക്കി. അപ്പൊ ആലോചിച്ചില്ല. അതെ അതെ, അപ്പൊ ഓൾമോസ്റ്റ് ക്ലൗഡിനെ മുട്ടി അറിയിക്കാണ്. അതെന്നെ എന്റെ പൊന്നാളി, ഇത് എന്ത് ഇതിന്റെ ഗ്രാവിറ്റി മനസ്സിലാവുന്നോ എനിക്കറിയില്ല. പക്ഷെ ഈ മറ്റേ നിങ്ങൾ ഫ്രണ്ടിലെ പോണ വണ്ടിയും ഇതിന്റെ ആ ഒരു പില്ലറോട് അത് കമ്പയർ ചെയ്ത് നോക്കാം, അപ്പൊ അറിയാം. ഭയങ്കര ഭയങ്കര ഇതാട്ടോ. ഓ മൈ ഗോഡ്. അതെ ഓക്കെ, നമ്മള് ചിലപ്പോ എനിക്ക് വന്ന മറ്റേ വാസ്കോഡ ഗാമ ബ്രിഡ്ജ് കുറച്ചുണ്ടോ? ഇത്ര ഇന്റൻസിറ്റി ഇല്ല കേട്ടോ അതിന്. അത് പക്ഷെ ഇതിൽ ലെങ്ത് ഉണ്ട്, 10-12 കിലോമീറ്റർ ആകുന്നുണ്ട്. ഇത് 8 കിലോമീറ്റർ ഉണ്ട്. അതെ. ഓ മൈ ഗോഡ്. അയ്യോ എന്ത് വലുതാ. വിറ്റ്നസിങ് വൺ ഓഫ് ദ എഞ്ചിനീയറിംഗ് മാർവൽസ്. മറ്റേ ബ്ലൂ ഇത് ഫോളോ ചെയ്താൽ മതി, ബ്ലൂ കാർഡില്ലേ അത് ഫോളോ ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ടോൾ അടയ്ക്കാൻ പോവുക. ഇപ്പൊ കണ്ട മാജിക്കിന്റെ ടോൾ എത്രയാത് ഞങ്ങൾ പറഞ്ഞുതരാം. കാർഡ് ടാപ്പ് ചെയ്താൽ മതി. ഒന്ന് മറ്റേ കാർഡ് ഇട്ടേ. എത്ര അടി? ആക്സെപ്റ്റഡ്, എൻജോയ് യുവർ ട്രിപ്പ്. പോട്ടെ ഗൈസ്, ആ ബ്രിഡ്ജ് കയറി ഇറങ്ങി നമ്മളിനിയിപ്പോ മറ്റേ കോപ്പൻഹാഗനിലോട്ട് പോവാണ്. അപ്പോൾ എത്ര അടി അതിന്റെ പേയ്മെന്റ്? 31 യൂറോ ആണ് അതിന്റെ ടോൾ. ഇനിയിപ്പം നമുക്ക് പതുക്കെ കോപ്പൻഹാഗൻ ലക്ഷ്യമാക്കി പോവുകയാണ്. കോപ്പൻഹാഗനിലാണെന്ന് തോന്നുന്നു കേട്ടോ മറ്റേ ആ ഒരു അണ്ടർ ലൈക്ക് പാസ്വേർഡ്സ് ആണ് വരുന്നത്. കാര്യം അത് നമ്മളിവിടെ കണ്ടില്ല. അപ്പോൾ അത് മിക്കവാറും അവിടെ ആയിരിക്കും. ഞാൻ വിചാരിച്ചു ലൈക്ക് ഒരു ബ്രിഡ്ജ് വന്നിട്ട് അണ്ടറിലോട്ട് പോകണം, ചിലപ്പോൾ കോപ്പൻഹാഗനിലായിരിക്കും അല്ലേ. അപ്പം കോപ്പൻഹാഗൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ സ്വീഡനിലേക്ക് കയറും കേട്ടോ. ഞങ്ങൾ ഇത്ര നേരം ഇവിടെ ഡ്രൈവ് ചെയ്തിട്ട് ഒരുപാട് ഇലക്ട്രിക് വണ്ടികൾ കാണുന്നുണ്ടല്ലേ. ഇലക്ട്രിക് മിക്കതും ടെസ്ലയാണ്, അല്ലെങ്കിൽ മറ്റേ ഇപ്പം ഫ്രണ്ടിൽ കൂടെ പോണ ഫോക്സ്വാഗന്റെ മറ്റേ ID വേർഷൻസ്, അല്ലെങ്കിൽ ഹൈബ്രിഡ് വണ്ടീസ് അല്ലേ, പിന്നെ അങ്ങനെയൊക്കെ. അപ്പം ഇവിടെ കൂടുതലും ഈ ഇതുപോലത്തെ വണ്ടികൾ അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം മറ്റേ ഇതാണ് കേട്ടോ, എല്ലാം ഇലക്ട്രിക്കാണ്. ഭയങ്കര സസ്റ്റൈനബിൾ, അടിപൊളി. ഇവിടെ എന്താ യൂറോ എമിഷൻ സോൺസ് ഒക്കെ ഉണ്ട്. ലൈക്ക് നമ്മുടെ വണ്ടി കയറാം, പക്ഷെ ജസ്റ്റ് പറഞ്ഞാൽ ഇപ്പൊ പഴയ ഡീസൽ വണ്ടിയൊക്കെ ആണെങ്കിലേ കയറാൻ പറ്റില്ല കേട്ടോ, പ്രശ്നമുണ്ട്. ഡെൻമാർക്കിന്റെ കൺട്രി സൈഡിൽ കൂടെയുള്ള യാത്ര ഞങ്ങൾ തുടരുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ കോപ്പൻഹാഗനിലെത്തും. കോപ്പൻഹാഗനിലെത്തി കഴിഞ്ഞിട്ട് ഏകദേശം 70 കിലോമീറ്റർ കോപ്പൻഹാഗനിലെത്തിയിട്ട് നമ്മൾ അടുത്ത ഡൈവേർഷൻ എടുക്കും സ്റ്റോക്ക്ഹോം. സോറി, ടു ഗോതൻബർഗ്. സ്റ്റോക്ക്ഹോം നമ്മൾ പോകുന്നില്ല കേട്ടോ, സ്റ്റോക്ക്ഹോം അപ്പർ സൈഡാണ്.
യോ ഗൈസ്, ഞാൻ അങ്ങനെ ഉറക്കമൊക്കെ പാസ്സാക്കി. ഒരാൾ ഡ്രൈവ് ചെയ്യുവാണ്. ഇപ്പോൾ ഒരു 13 കിലോമീറ്റർ ആയല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേഷൻ നിർത്തി ലൈക്ക് നമ്മുടെ കയ്യിൽ രാവിലെ മേടിച്ച സാൻഡ്വിച്ചിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണം കഴിച്ചിട്ട് ഇനിയിപ്പം ഞാൻ ഡ്രൈവ് ചെയ്യാം. ഒരു 200 കിലോമീറ്റർ സംതിങ്. നമുക്ക് ഏകദേശം ഒരു 500 സംതിങ് 550 കിലോമീറ്ററോളം ഉണ്ട് ഇനി. അപ്പം സമയം രാവിലെ 10 മണിയായിട്ടേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഇറങ്ങിയാൽ നമ്മളൊരു 5:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കാര്യം ഉറക്കം ശരിയായില്ല. അത് കസ്റ്റമർ. പിന്നെ നമുക്ക് ഇന്നുമായിട്ട് ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടല്ലോ. അപ്പം നേരെ പോയി അവിടെ ചെക്ക് ഇൻ ചെയ്യാം ഒരു ഉച്ച കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ വ്യൂ ഒക്കെ തന്നെയാണെങ്കിലും ഒന്നും മിസ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടെ. അപ്പം രാവിലെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് എല്ലാം കിട്ടുമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ലേറ്റ് ആവും വൈകിട്ട്. അതുകൊണ്ട് അപ്പോൾ ഓൺ ദ വേയിലാണ്. ഡെൻമാർക്കിലാണ്. കോപ്പൻഹാഗനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അവർ നമുക്കൊരു 5 കിലോമീറ്ററിനകത്തൊരു എക്സിറ്റ്. ഓക്കെ അല്ലേ? നമ്മളങ്ങനെ നമ്മുടെ ടാങ്ക് ഫില്ല് ചെയ്യാൻ പോവാണ്. കാര്യം എനിക്ക് തോന്നുന്നു ഇനി സ്വീഡനിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ പൈസ കൂടും. അപ്പം നമ്മൾ അതിന് മുന്നേ മാക്സിമം ഫില്ല് ചെയ്ത് വെക്കുക അല്ലേടി? ആണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ സിഗ്നൽ വെയിറ്റ് ചെയ്യാണ്. ഇതൊക്കെയാണ് തോന്നുന്നു കേട്ടോ ഇവിടുത്തെ ഒരു ഡെൻമാർക്ക് സ്റ്റൈൽ, ഡാനിഷ് സ്റ്റൈൽ ഹൗസിങ്. അവിടെ നമ്മളകത്ത് കയറണമെന്നുണ്ട്. ഈ എക്സിറ്റ് എടുത്ത് ഇങ്ങോട്ട് എടുക്കടി. എക്സിറ്റ് ആണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ കാപ്പിയൊക്കെ കുടിച്ചു, ചെറുതായിട്ടൊന്ന് കഴിച്ചു. ഒരു സാൻഡ്വിച്ച് മുമ്പേ മേടിച്ചത്. ഇപ്പോൾ ഡ്രൈവർ മാറി. കുറച്ച് നേരം ചേച്ചി റെസ്റ്റ് ചെയ്യട്ടെ. ഞാൻ 500 സംതിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. കോപ്പൻഹാഗൻ പാലത്തിലേക്ക് കയറിയാണ്. കോപ്പൻഹാഗൻ സിറ്റിക്കകത്തൂടാണ് നമ്മൾ കൊള്ളാല്ലേ ബിൽഡിങ് കണക്കുണ്ട്. ഓ എന്തായിരുന്നു ഇതാണ് നമ്മൾ പറഞ്ഞ ആ ബ്രിഡ്ജ്. മറ്റേ ഇപ്പൊ താഴോട്ട് പോയിട്ട് ഇടയ്ക്കാകുമ്പോ ഇത് പൊങ്ങി മേളോട്ട് വരും. ഇതിപ്പോ നമ്മള് മറ്റേ വെള്ളത്തിനടിയിലോട്ടായി പോകുന്ന കേട്ടോ. ബേസിക്കലി ഇതൊരു ഡാം പോലെ ഇങ്ങനെ ടണല് വെള്ളത്തിനടിയിലോട്ട് ഇങ്ങനെ കുത്തനെ കിടക്കുക. കുറച്ച് നമ്മള് പൊങ്ങി അപ്പുറ സൈഡ് വരുവേ. മറ്റേ ഈ ലൈറ്റ് വളയാൻ തുടങ്ങി മേളിലോട്ട്, കണ്ടോ? ഓക്കെ. നമ്മളതേ പക്ഷെ ടണലില്ല അപ്പുറ സൈഡോട്ട്. ഇത്രയും വരെ ഉള്ളൂ ടണല്. ഇനിയിപ്പോ മറ്റേ സാധനമാണോ ഓപ്പൺ ഇട്ടിട്ട് ഇനി ബ്രിഡ്ജിലോട്ട് കയറാൻ. Man, this is an insane construction. അല്ലേടി? ഓ, ഇതാണ് മറ്റേ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ആ പാലം അല്ലേ? ഈ ട്രെയിൻ ആ പാലത്തിന്റെ അടിയിൽ കൂടെ കേട്ടോ പോന്നെ. അടിയിൽ കൂടെ അല്ല, സൈഡിൽ കൂടെ ആണല്ലേ? നമ്മൾ കണ്ട് പക്ഷേ ഇത് സൈഡിലാണ് മറ്റേ ഇത് കിടക്കുന്നത്, പില്ലർ കിടക്കുന്നത്.
അയ്യോ വെൽക്കം ടു സ്വീഡൻ. അങ്ങനെ നമ്മൾ സ്വീഡനിലേക്ക് കയറിയിരിക്കുകയാണ്. സെക്കൻഡ് കൺട്രി ഇൻ വൺ ഡേ. യൂറോപ്യൻ ഡേയ്സ്മാൻ. മറ്റേ കുറച്ചുകൂടെ കുഴപ്പമില്ല, ഹൈറ്റ് ഉണ്ടാകും മറ്റേന്. മറ്റൊന്ന് ആകാശത്തല്ല. നമ്മളങ്ങനെ സ്വീഡനിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇത് വോൾവോ കാണാൻ തുടങ്ങി. ബൈക്കിലോടെ ഓക്കെ വോൾവോയുടെ സെൻറ്റർ ആണ് നമ്മൾ പാസ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ കുറേ വോൾവോ കാണാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ഓൾമോസ്റ്റ് സെയിം ആണേ, ഡെൻമാർക്ക് അല്ലേ? ഡെൻമാർക്കിന്റെ ഭൂപ്രകൃതി തന്നെ കേട്ടോ, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ മറ്റേ എനിക്ക് ഡെപ്പോസിറ്റ് ഉണ്ടായ സ്ഥലമെന്ന് തോന്നുന്നു അല്ലേ? കണ്ടിട്ട് ഭയങ്കര സമതലം പോലെയാണ്. മഴയാണ് കേസ്, നല്ല മഴയാണ്. ഞങ്ങൾ ഇന്ന് അവിടെ ഓടിച്ചെല്ലുമ്പോഴേക്കും കുറേ മഴ. സ്വീഡനിൽ മഴ, നോർവേ മഴ. നാളെ തൊട്ട് ക്ലൗഡി അല്ലേ? മഴയുണ്ട്, പക്ഷേ മഴയത്താണ് കോൺട്രാസ്റ്റ് ആണല്ലോ. സ്വീഡൻ ക്ലൈമറ്റിന്റെ ഒരു ഇത് കണ്ടോ, ദിക്ക് കണ്ടോ? എന്താലേ ഇരുണ്ടും വേറെ വൈബ്. 5 മിനിറ്റ് മുന്നേ വെയിലായിരുന്നു. പിന്നെ കടൽ തീരമാണ്. സ്റ്റോം നോക്കി പ്രകൃതി അതിന്റെ ക്രൂര രൗദ്ര ഭാവത്തിൽ താണ്ടവാടിയിരിക്കുന്ന സമയത്താണ് നമ്മൾ സ്വീഡനിലേക്ക് വന്നത് തോന്നുന്നു. എന്റെ അമ്മേ ഒന്ന് കാണാൻ വരുമല്ലോ. ഓക്കെ, നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഉണ്ടല്ലേ? സ്വീഡനിൽ റൈഡേഴ്സ് പോകുന്നുണ്ടോ? നല്ല മഴ, ഇച്ചിച്ചു കുത്തി മഴ. നമ്മൾ അകത്ത് നിന്നിട്ട് പോലും നമുക്കൊന്ന് കാണാൻ വില. രവി ബൈക്കല്ലേ? മറ്റേ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ അങ്ങനെ ഒരു ബൈക്കാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കടലിന് പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വേഴ്സൊക്കെ ഉണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ കടലിന് പാരലായിട്ട് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇത്ര നേരം അപ്പുറത്ത് കുത്തിയിരുന്നിട്ട് ഇത് കണ്ടില്ല കേട്ടോ. ഇവിടെ കണ്ടിന്യൂസ്ലി നമ്മൾ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെയാണ് മേഘം. അങ്ങനെ നമ്മൾ സ്വീഡനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വീഡനിലൂടെ നമുക്ക് അധികം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റാറുള്ള കാര്യം ഒന്നെങ്കിൽ ട്രാഫിക്, അല്ലെങ്കിൽ മഴ, പിന്നെ എല്ലായിടത്തും മറ്റേ 100-110 ഒക്കെ വെച്ച് റെസ്ട്രിക്ഷൻസ് ആണ്. എപ്പോഴും മഴയുണ്ട്. മഴ ഇപ്പം തീരെ കുറഞ്ഞു. പക്ഷെ ഇവിടെ ക്ലൗഡ് ബസ്റ്റ് ഒക്കെ പോലെ കേട്ടോ. ക്ലൗഡ് ബസ്റ്റ് പോലെയാ, മേഘവിസ്ഫോടനം. അത് ഭയങ്കര സീനാണ് കേട്ടോ. ഈ റോഡിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ലോഗ് ചെയ്ത് കിടക്കും. ലൈക്ക് ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാര്യം വലിയ സ്പീഡൊന്നും ഇല്ല, നമ്മളൊരു 110-120 അല്ലേ, അത്രയൊക്കെ ഉള്ളൂ. എന്നാലും ലൈക്ക് ഇച്ചിരി റിസ്കി ആണ്. കെയർഫുൾ ആയിരിക്കണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും. പിന്നെ നമ്മളിപ്പോൾ ഗോതമ്പർഗിനോട് എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു 39 കിലോമീറ്ററിനകത്ത് നമ്മൾ ഗോതമ്പർഗ് ഗോതമ്പർഗ് എന്ന് പറയുന്ന സിറ്റിക്കകത്തൂടെ പോകുന്നതായി ഇതിനകത്ത് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അടുത്ത സ്റ്റേഷനിൽ ഞാൻ ഓടിക്കാം.
ഒരു 25 കിലോമീറ്റേഴ്സ് വെച്ചിട്ടേ ഞാൻ ഓടിക്കാം. എന്നിട്ട് ഗോതമ്പൂർ കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഓടിച്ചോളാം. കാര്യം സിറ്റ് ചെയ്യാതെ ചിലപ്പോൾ ഇച്ചിരി സീനാണ്, മറ്റേ ഈ ലൈനൊക്കെ പാടാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. അവിടെ എത്ര നേരം ഡ്രൈവ് ചെയ്തു? ഒരു 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തില്ല. ഓക്കെ, ആൻഡ് ബാക്ക് സൈഡ് എല്ലാം കുളമായി കിടന്നു. മറ്റേ നാട്ടിൽ നിന്ന് കുറച്ച് കിട്ടാൻ മറ്റേ ചക്ക വറുത്തതൊക്കെ എടുത്തിട്ടുണ്ടായത്, അത് കാണുന്നില്ല. പാക്കറ്റ് മിക്കാറ് ബാഗ് കാണുമായിരിക്കും. അത് പിന്നെ ഒരു കട, ഏതെങ്കിലും ഒരു കടയ്ക്ക് ഒരു കുറച്ച് സാധനം കൂടെ കഴിയും. ഏത്? ഓ ശരി, ആ ഞാൻ ഗൈസ്, ഇതാണ് റിയാലിറ്റി. ഇതാണ് സ്വീഡനിലെ റിയാലിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞ് നാക്കിടന്ന് വായിക്കാത്തില്ല, 5 മിനിറ്റ് കഴിഞ്ഞ് പാണ്ട കിടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഓ പൊന്നയ്യ, എന്ത് മുഷിഞ്ഞ കാലാവസ്ഥയാണ് അല്ലേ. അതിനിടയ്ക്ക് ഫുട്ബോൾ കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ, എനിക്ക് കാണാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ആ, ഈ യൂറോപ്യൻസ് ഒക്കെ വേറെ ബിൽറ്റ് അല്ലേ. അതെ, അതെന്നാ ചെയ്യുന്ന അവർക്ക് പോലും അറിയാൻ പാടില്ല. അത് ലൈനൊക്കെ കണ്ടുപിടിക്കണ കഷ്ടപ്പാടാ. ചേച്ചിക്കാണെ കണ്ണുപോലെ കാണാമല്ലോ. ഓക്കെ, ഒരു 10 കിലോമീറ്ററിനകത്ത് നിർത്തും. എന്നിട്ട് കുറച്ച് നമുക്ക് ഇത് മറ്റേ എന്നാ ഹാഷിപ്പൊക്കെ മറ്റേ വീഡിയോക്ക് അത് എടാ ഇവിട്ട് വളയ്ക്കടാ, ഇത് കുറച്ചപ്പുറത്ത് വേറെ നല്ല സ്ഥലം. അതുപോലെയാണ് ഇവിടുത്തെ അവസ്ഥ. എക്സിറ്റ് കണ്ടാ എക്സിറ്റ് എടുക്കും, അല്ലെങ്കിൽ ഗുദാക്കവാ ജിങ്കാലാല. ഓ, ഇവിടെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആട്ടോ. ഇവിടെ എപ്പോഴും മറ്റേ കുടയില്ലാതെ ഇറങ്ങാൻ പറ്റൂല, ആ അവസ്ഥയാണ്. ഓ ഗൈസ്, ഞങ്ങൾ അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ചു ഗൾഫിൽ നിന്ന്. ഞങ്ങൾക്ക് ഞങ്ങളുടെ റെഡ് ബുള്ളൊക്കെ തിരിഞ്ഞു. കാരണം നമ്മളിപ്പോൾ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നതും പിന്നെ ഇപ്പോൾ ഹൈക്കൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം വേണം. അപ്പം അത് കുറച്ച് മേടിച്ചു. പിന്നെ കുറച്ച് ഒന്ന് ലൈറ്റ് ഒരു സ്നാക്സ് പോലെ എന്തൊക്കെയോ മേടിച്ചു. അത്ര മേടിച്ചുള്ളൂ അല്ലേ. ഇവിടെ ഭയങ്കര ചീപ്പാട്ടോ സ്വീഡൻ അല്ലേ. എന്റെ പൊന്നോ, സ്വീഡൻ ഭയങ്കര ചീപ്പ്. നമ്മൾ വിചാരിച്ചു മറ്റേ നോർത്തിലോട്ട് പോകുന്നവരും ഭയങ്കര പൈസ ആയിരിക്കും. ഒരു ഇതും ഇല്ല, സ്വീഡൻ ഭയങ്കര ചീപ്പ്. ആ, നമ്മളിവിടെ 1.8 ഒക്കെ അടിച്ചോണ്ടിരുന്നത്, ഇവിടെ ഇപ്പൊ വന്നപ്പോ എത്ര അടി? 1.3യോ 1.6. നമ്മൾ ഫുൾ ടാങ്ക് ആക്കി കേട്ടോ. അതുകൊണ്ട് ഓസ്ലോയിലോട്ടുള്ള വഴിയിലാണ് നമ്മൾ ഇപ്പോൾ. മറ്റേ ഗോതൻബർഗിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ലൈക്ക് ഓസ്ട്രേലിയയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, നമ്മളുടെ ഓൾമോസ്റ്റ് നമ്മൾ കറക്റ്റ് റോഡ് കയറി. ഇനിയിപ്പോൾ 174 കിലോമീറ്റേഴ്സ്. ഇവിടെ കുറേ കമ്പനീസ് ഉണ്ടല്ലേ അല്ലേ. ഒരുപാട് കമ്പനീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിപ്പോൾ ഒന്നുമില്ല. മറ്റേ നമ്മൾ നേരത്തെ നോക്കിയെടുത്ത് എന്തായിരുന്നു, എല്ലാ ബിൽഡിങ്ങിലും ഒരു 5 കമ്പനിയൊക്കെ എഴുതി വെച്ചു. സ്കാനിയയുടെ എന്ത് സ്കാനിയയും മറ്റേ ഇതല്ലേ, മറ്റേ സ്വീഡിഷ് കമ്പനി. സ്കാനിയ, വോൾവോ, ഐക്കിയ. കട്ട് ചെയ്തോ? അവാർഡോടെ നമ്മളെ ഷോർട്സ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഗൈസ്, ഉറങ്ങിക്കോട്ടിരുന്ന ഒരാൾ വെളിപാട് കിട്ടി ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഉണ്ടല്ലേ, ഇവിടെ എല്ലാം ചുക്കുവാലോ അല്ലേ.
നമ്മളിനി ഒരു 90 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ നോർവേ ബോർഡർ ക്രോസ് ചെയ്യും. ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 20 കിലോമീറ്റർ ഇല്ല നമുക്ക് നമ്മുടെ സ്റ്റേയിലേക്ക് കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ ബുക്ക് ചെയ്ത കാര്യം നമ്മൾ ഓക്കെ. ഇനി നാളെ നമ്മൾ ഓസ്ലോ വഴി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകണം. പക്ഷേ നമ്മൾ ഇന്ന് എത്ര മണിക്ക് അവിടെ എത്തും എന്ന് നമുക്ക് അറിയാൻ പാടില്ലല്ലോ. കാര്യം ഇപ്പം 1, 2, 3 ബോർഡർ ക്രോസ് ചെയ്യണം. അപ്പം ഇതിനൊക്കെ എന്തെങ്കിലും സമയം എടുക്കുമെന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തു. പക്ഷേ നന്നായല്ലേ. അപ്പം പോയി ഇപ്പോൾ ഏതായാലും 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് അല്ലായിരുന്നു. അപ്പോൾ ഇനി നല്ലപോലെ വൈകുന്നേരം പോയി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നാളെ ഇനി അടുത്ത എങ്ങോട്ടാന്ന് വെച്ചാൽ അത് നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നാളെ ഇനി ഒരു 8 മണിക്ക് ഇറങ്ങിയാൽ പോലെ നമുക്ക് എണ്ണീറ്റ് ഒന്ന് ഫ്രഷ് ആകുന്ന പോലെ അങ്ങ് ഇറങ്ങാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് രാവിലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യമേ കണ്ട റോഡ് പോലെ അല്ല, സ്വീഡനിലെ ഇപ്പോഴത്തെ റോഡ് കണ്ടീഷനെ കുറച്ചുകൂടെ ബെറ്റർ ആയി. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പം ആ ഒരു നോർവേ ഭൂപ്രകൃതി വരെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ. അതെ അതെ. ഇപ്പൊ കുറച്ചുകൂടെ മലയും പിന്നെ ഇവിടുത്തെ മലയൊക്കെ കുറച്ചുകൂടെ റോക്കി പാവട്ടല്ലാട്ടോ എനിക്ക് തോന്നുന്നത്. മറ്റേ നമ്മുടെ ഈ മറ്റേ ഇപ്പൊ ഫാറോ ലൈക്ക് പല പല സ്ഥലങ്ങളിൽ മറ്റേ ഈ ഫറോ അല്ലേ നമ്മൾ പോർച്ചുഗലില് ഫറോ അൽബുഫൈർ അവിടെയൊക്കെ പോയപ്പോ മറ്റേ അവിടെ വെറൈറ്റി ആണ്. അവിടെ മറ്റേ ഗ്രാവലിന്റെ മലകളായിരുന്നു. നമ്മുടെ നാട്ടിലെ ഗ്രാവലിന്റെ മലകൾ, ഇവിടെ മറ്റേ റോക്കിന്റെ മലകളായി. പക്ഷെ ഇത് കുറച്ചുകൂടെ ലൈക്ക് ടെക്ടോണിക് പ്ലേറ്റ്സ് വെച്ച് ഫോം ചെയ്ത സാധനം. അതും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. അതെ മറ്റേ അതെങ്ങനെയായിരുന്നു? അത് ശരിക്കും മറ്റേ ഗ്രാൻഡ് കാനിയോൺ ഫോം ചെയ്ത പോലെ അല്ലേ? എന്നുവെച്ചാൽ മറ്റേ ഈ ഇത് വെച്ചിട്ട് നമ്മുടെ എന്തായാലും പറയുന്ന മണല് ഈ മറ്റേ ആ പോർച്ചുഗലൊക്കെ കുറച്ചുകൂടെ മറ്റേ ആഫ്രിക്കയുടെ അടുത്ത് കിടക്കുന്നുണ്ട്. ഈ മണല് കാറ്റടിച്ച് വന്നിട്ട് ആ മണല് ലൈക്ക് ഈ തീരത്തിന്റെ സൈഡിൽ ഡെപ്പോസിറ്റ് ആയി അവിടത്തേൽ ഇങ്ങനെ വെള്ളം തട്ടി അല്ലേ? അങ്ങനെയാണ് ഇത് ഫോം ചെയ്തത്. പക്ഷെ ഇത് വേറെ കേട്ടോ, ഇത് മറ്റേ പ്രോപ്പർ ടെക്ടോണിക് മറ്റേ നമ്മുടെ ലാവ റോക്സ്. അങ്ങനെ സെറ്റിച്ചാണ് റോഡൊക്കെ. സ്വീഡനെ കുറിച്ചുള്ള ആദ്യത്തെ ആ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ അങ്ങ് മാറി. നമ്മൾ ഇപ്പോൾ ശരിക്കും സ്വീഡനിലാണെങ്കിലും നോർവേയുടെ ഇതായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയിലേക്ക് ഓൾറെഡി നമ്മൾ ലയിച്ചു കഴിഞ്ഞു. മലകളും എല്ലാം താണ്ടി ഇന്നലെ എത്ര മണിക്ക് ഇറങ്ങിയ നമ്മൾ 2 മണിക്ക് 2:30 ഇന്നലെ 2:30 ഇറങ്ങി. ഇന്ന് 4 മണിയായപ്പോൾ നമ്മൾ നോർവേയിലെത്തി. ഫുൾ ജർമ്മനിയുടെ ശരിക്കും സ്വിറ്റ്സർലൻഡ് ബോർഡറിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. സ്വിറ്റ്സർലൻഡ് ബോർഡറിൽ നിന്ന് നമ്മൾ ജർമ്മനി ബോർഡറിൽ വന്നു. അവിടെ വന്നു, അവിടെ കടന്നു. അവിടുന്ന് രാവിലെ ഒരു 5:45 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഡെൻമാർക്ക് ബോർഡർ ക്രോസ് ചെയ്ത് സ്വീഡൻ ബോർഡർ ക്രോസ് ചെയ്ത് ഇപ്പോൾ ഓസ്ലോ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഏകദേശം നമ്മൾ ഒരു 900 അടുത്ത് അല്ലേ, 850 അവിടെ നമ്മൾ അറൗണ്ട് ഓടിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഏകദേശം 700 ഇന്നോ 800 ഉണ്ടായിരുന്നു. ഇന്നലെ ഏതാണ്ട് അത്രയും തന്നെ ഓടിച്ചു. നാളെ നമുക്ക് അറൗണ്ട് ഒരു 600 താഴെ ഓടും.
പക്ഷെ അതിനകത്ത് കുറേ ദൂരം 2 ഫെറി ഉണ്ട് നമുക്ക് അല്ലേ, ഫെറിയൊക്കെ. പിന്നെ വൈകുന്നേരം നോക്കണേ ഏത് ആപ്പിനകത്ത് നമുക്ക് ഫെറിയുടെ ടൈമിങ് കിട്ടുന്നത് കേട്ടോ. അത് എൻ്റെ ഫെറി ലാൻഡോ അങ്ങനെ എന്തോ ഒരു ആപ്പുണ്ട്, പക്ഷെ നോക്കാം. നീ ഡൗൺലോഡ് ചെയ്തിട്ടില്ലേ? ഏതോർണം? ഓപ്പൺ ഫെറി. കുറേ ആപ്പുണ്ട് ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം കാറിൻ്റെ ആണെങ്കിൽ നമ്മളിപ്പം ഇ പാസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാനത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെയും ലൈക്ക് ബില്ലിംഗ് ഒക്കെ ഭയങ്കര വ്യത്യാസം. നമ്മൾ വിചാരിക്കും ടോളല്ലേ നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും, അങ്ങനെയല്ല കേട്ടോ. ഇവർ മറ്റേ മന്ത്ലി ആണ് ബില്ലിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മന്ത് എൻഡിൽ ലൈക്ക് നമ്മുടെ ഇതെല്ലാം അതിനകത്ത് അപ്ഡേറ്റ് ആവും. അപ്പോൾ നമ്മൾ റെൻ്റൽ വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ഓൺ വെഹിക്കിൾ ആണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പാസ് സ്വൈപ്പായ സ്ഥലങ്ങളിലെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മന്ത് എൻഡിൽ അപ്ഡേറ്റ് ആവും. നമ്മളിപ്പം പേ ചെയ്യണം എത്ര ഉള്ളൂ. കാർഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആയിക്കോളും. ഇതെന്താ വല്ലോ ട്രാൻസ്മിഷൻ സ്റ്റേഷൻ? ആ ഒരു ഇവിടുന്ന് നേരത്തെ നമ്മൾ കണ്ട ഡിഷ് ആന്റിന ഇല്ല ഗൈസ്, അതിവിടെ എന്നെ കൊണ്ട് ഫുൾ ഗൂഗിളിൽ എല്ലാം റീഡ് ചെയ്യിപ്പിച്ച്. അത് മറ്റേ ഇവിടുത്തെ മെയിൻ പണ്ട് 1970 to 1990s മറ്റേ ഈ ബൂം ഉണ്ടായ സമയത്ത്, സാറ്റലൈറ്റ് ബൂമൊക്കെ ഉണ്ടായ സമയത്ത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്റർനാഷണൽ കോൾസും അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി വെച്ച് മാറ്റും. ഇപ്പം എല്ലാം അവർ തന്നെ പറയുന്നുണ്ട്, ഇപ്പം എല്ലാം നമ്മളെ ഒപ്റ്റിക്കൽ ഫൈബർ സെറ്റ്. സോ ആന്റിന ഇസ് ഔട്ട്ഡേറ്റഡ്. Oslo 131 kilometers. Yeah. തോരാത്ത മോഹമീമഴ എന്തർവഗാനമീമഴ, തോരാത്ത മോഹമീമഴ എന്തർവഗാനമീമഴ, ആദ്യാനുരാഗരാമഴ. അങ്ങനെ നമ്മൾ നോർവേ ബോർഡറിലേക്ക് വന്ന് അടുത്തോണ്ടിരിക്കുകയാണ്. ഇനി വെറും 7 കിലോമീറ്റർ മാത്രം. ഭൂപ്രകൃതി മൊത്തത്തിൽ മാറിയല്ലേ, ഫുൾ ഇപ്പോൾ ഒരു ക്ലിഫ് ഫോർമേഷൻ പോലെ കാണാൻ തോന്നുന്നു. ഇതിപ്പോൾ ചെറിയ മല, അതിൻ്റെ ബാക്കിൽ കുറച്ചുകൂടെ വലിയ മല ഉണ്ടായിരുന്നു. അവര് കാർവ് ചെയ്തെടുത്തിട്ട് റോഡ് പണിഞ്ഞിരിക്കുന്ന തോന്നുന്നല്ലേ. നല്ല പാറയാണ്, നമ്മളെ മറ്റേ വാഗമണിലൊക്കെ പോകുന്ന ടൈപ്പല്ലേ. വാഗമണി ഒരു പ്രശ്നമുണ്ട്, ആ പാറ അവിടെ ഇവിടെയൊക്കെ മുഴച്ചിരിക്കണം. ഇത് ഫുള്ള് മറ്റേ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്ന പോലെ. അങ്ങനെ നമ്മൾ സ്വീഡൻ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് എല്ലാവരും കുറച്ചുകൂടെ സ്പീഡിലാണ് പോകണം. സ്വീഡനിലെ ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ ക്രോസ് ചെയ്തത്. ഒരു ബ്രിഡ്ജുണ്ട്. ഓക്കെ, ഈ ബ്രിഡ്ജിൻ്റെ നടുക്കായിരിക്കും നമ്മൾ നോർമലി നോർവേക്ക് കയറാൻ ചാൻസ്. ഓക്കെ, പകുതി പണിയാൻ പറ്റാണ് പറയണേ. നോർവേ ഗവൺമെന്റ് ഉറപ്പാണ്. തൂക്കുവാലി തൂക്കിട്ടിരിക്കുക. ഇത്ര തൂക്കാല നമ്മളവിടെ പണിയുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ, പക്ഷെ ഇത് അത്ര ഞങ്ങൾ കാണാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ നോർവേയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ 4ാമത്തെ കൺട്രി അല്ലേ. ജർമ്മനിയിൽ നിന്ന് ഡെൻമാർക്കിൽ നിന്ന് സ്വീഡനിൽ നിന്ന് നോർവേ. നമ്മളങ്ങനെ നോർവേയിൽ എൻട്രി ചെയ്തിരിക്കുകയാണ്. Today is so much time. ആര് പഠിച്ചാലും ഡ്രൈവ് ഉണ്ടല്ലോ. അപ്പോൾ നേരമായിട്ട് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല.
കാര്യം നമ്മൾ വണ്ടിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഇച്ചിരി കൂടിപ്പോയി. അപ്പം കാല് നിവർത്തി വെച്ച് കിടക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വലിയ വണ്ടി എടുത്തത്. പക്ഷെ അത് നടന്നില്ല. പക്ഷെ എടുത്താൽ നന്നായി. കാര്യം കുറച്ച് സാധനങ്ങൾ കൂടുതൽ കൊണ്ടുവരാൻ പറ്റി. എന്നാലും അങ്ങനെ ഒരു പ്രശ്നം പറ്റി. പിന്നെ ഇനി ഞാനും അങ്ങനെ കാര്യമായിട്ട് ഇറങ്ങാൻ പറ്റില്ല. നമ്മുടെ ഹോട്ടലിലേക്കുള്ള ഒരു എക്സിറ്റ് എടുത്ത് ഇങ്ങനെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. രസമുണ്ട് കേട്ടോ കാണാൻ. വെരി ബ്യൂട്ടിഫുൾ. അവിടെ കുറച്ച് ബിൽഡിംഗ് ഉണ്ടോ? അതേതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്കുള്ള വഴിയിലേക്ക് പോവുകയാണ്. ഇവിടെ കയറ്റിയാൽ മതിയോ? ഈ വഴിയിലോട്ട് കയറ്റട്ടെ? വണ്ടിയുണ്ട്. കയറ്റി അങ്ങോട്ട് നേരെ അങ്ങോട്ട് ഇട്ടു. വണ്ടി തിരിക്കാൻ ഒന്ന് അങ്ങോട്ട് ഇട്ടു. ജസ്റ്റ് ഇങ്ങോട്ട് പാർക്ക് ചെയ്തു.